ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ടാങ്കിലുള്ളതാണ് ടാപ്പിൽ വരിക എന്ന് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലുള്ള മക്കൾക്ക് നല്ല സ്നേഹമുണ്ടാകും. മാതാപിതാക്കൾക്ക് കുട്ടികളോടും കുട്ടികൾക്ക് മാതാപിതാക്കളോടും നല്ല സ്നേഹമുണ്ടാകും. 1980 അൽബേനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഭൂകമ്പമുണ്ടായി. ഈ ഭൂകമ്പത്തിൽ 30,000 ആളുകൾ മരണപ്പെട്ടു എന്നാണ് കണക്ക്. ഈ ഭൂകമ്പം നടക്കുമ്പോൾ ആ നാട്ടിലുള്ള ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ കെട്ടിടങ്ങളും എല്ലാ വീടുകളും സ്കൂളുകളും ഒക്കെ തകർന്നുപോയി. തകർന്നുപോയപ്പോൾ ഒരു പിതാവ് തന്റെ മകൻ പഠിക്കുന്ന സ്കൂളിന്റെ ഭാഗത്തേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാ സ്കൂളിന്റെ മുഴുവൻ കെട്ടിടവും മൊത്തം തകർന്നു തരിപ്പണമായിട്ടുണ്ട്. തന്റെ മകൻ പഠിക്കുന്ന ക്ലാസ് നിൽക്കുന്ന ആ ഭാഗം ഒരു മൺകൂന പോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്റെ മകനെ അതിരറ്റു സ്നേഹിക്കുന്ന ആ പിതാവ് ഒരു കൈക്കോട്ടെടുത്തുകൊണ്ട് അവിടെയുള്ള മണ്ണ് നീക്കാൻ തുടങ്ങി. മണ്ണ് നീക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നും പോലീസും പട്ടാളവും ഒക്കെ അനൗൺസ് ചെയ്യുകയാണ്, ഈ ഭാഗത്ത് നിന്നും ആളുകൾ എത്രയും പെട്ടെന്ന് മാറിക്കൊടുക്കണം, അടുത്ത ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഈ പിതാവ് പറഞ്ഞു, ഞാൻ ഒരിക്കലും മാറുകയില്ല, ഇനി ഭൂകമ്പമുണ്ടായി മരിച്ചാലും ഞാൻ മാറുകയില്ല, എന്റെ മകനെ കണ്ടിട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ തന്റെ മകനെ അതിരറ്റു സ്നേഹിക്കുന്ന പിതാവ് വീണ്ടും മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മണ്ണ് മാന്തി അതിന്റെ അടിയിലേക്ക് എത്തിയപ്പോൾ സ്കൂളിന്റെ 2 ചുമരുകളും ഇടിഞ്ഞു വീണ് അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ തട്ടി നിന്നുകൊണ്ട് ഉള്ളു ഒരു റൂം പോലെ മേലെ മണ്ണ് മൂടിക്കിടക്കുകയാണ്. അദ്ദേഹം ആകാംക്ഷയോടുകൂടി വീണ്ടും ഈ മണ്ണ് മാന്തി എന്നാണ് പറയുന്നത്. മണ്ണ് മാന്തി അടിയിലെത്തിയപ്പോൾ അതിന്റെ അടിയിൽ നിന്നും കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനിക്ക് ആകാംക്ഷ വർദ്ധിച്ചു. വീണ്ടും അദ്ദേഹം മാന്തിയപ്പോൾ 13 കുട്ടികൾ അതിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ 13 കുട്ടികൾക്കും ഈ ചുമര് താഴെ വീഴാത്തത് കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ 13 കുട്ടികളെയും ഓരോരുത്തരെയായി ഇദ്ദേഹം പുറത്തേക്ക് വലിച്ചെടുത്തു. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കുട്ടിയുമുണ്ട്. യാതൊരു പോറലും ഏൽക്കാത്ത ഈ 13 കുട്ടികളെയും വിളിച്ചിട്ട് ഇദ്ദേഹം ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് പേടി വന്നില്ലേ? മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ട് ഒരുപാട് സമയം മണ്ണിനടിയിൽ കിടന്ന ഞങ്ങൾക്ക് പേടി വന്നില്ലേ എന്ന് ഈ കുട്ടികളോട് ചോദിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, പിതാവേ, എനിക്കൊരിക്കലും പേടി വന്നില്ല എന്ന് മാത്രമല്ല, എന്റെ കൂടെയുള്ള ഈ 12 കുട്ടികളുടെയും പേടി മാറ്റാനും എനിക്ക് കഴിഞ്ഞു. ഞാൻ നല്ല മനസ്സിലാക്കണം, ഇവിടെ തന്റെ കൂടെ ഈ മണ്ണിനടിയിൽപ്പെട്ട 12 കുട്ടികളുടെയും പേടി മാറ്റാനും എനിക്ക് കഴിഞ്ഞു, കൂടെ എനിക്ക് യാതൊരു പേടിയും ഉണ്ടായിട്ടില്ല എന്ന് പിതാവിനോട് പറഞ്ഞപ്പോൾ ഈ പിതാവ് ചോദിച്ചു, എങ്ങനെയാണ് മോനെ ഇത്രയും ഭീകരമായ അവസ്ഥയിൽ നിനക്ക് പേടിയാവാതിരുന്നത്? എങ്ങനെയാണ് നിന്റെ കൂട്ടുകാർക്ക് നിനക്ക് അവരെ പേടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്ന് ഈ കുട്ടിയോട് ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്കാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ കുട്ടി പറഞ്ഞത്, പിതാവേ, ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, എന്റെ അച്ഛൻ, എന്റെ ഉപ്പ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ, ഈ ഭൂകമ്പത്തിൽ മരിക്കാതെ എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയെങ്കിലും എന്നെ എന്റെ അച്ഛൻ രക്ഷപ്പെടുത്താതിരിക്കുകയില്ല എന്നെനിക്കറിയാം. അങ്ങനെ എന്നെ എന്റെ അച്ഛൻ രക്ഷപ്പെടുത്തുമ്പോൾ നിങ്ങളും രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കുട്ടികളെ സമാധാനിപ്പിച്ചത് എന്ന് ഈ ചെറിയ കുട്ടി പറയുകയാണ്.
അപ്പോൾ താനൊരു അപകടത്തിൽപ്പെട്ടാൽ ഏത് പ്രതിസന്ധിയിലും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയ, എന്നെ സ്നേഹിക്കാൻ പറ്റിയ, എന്നോടൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു പിതാവ്, ഒരച്ഛൻ എനിക്കുണ്ട്, ഒരു ഉപ്പ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ആ പിതാവ് കൊടുത്ത സ്നേഹത്തിന്റെ അളവാണ് അവിടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് കുട്ടിയെ ശ്രദ്ധിക്കാത്തൊരു പിതാവാണെങ്കിൽ, കുട്ടിയെ ശ്രദ്ധിക്കാത്തൊരു മാതാവാണെങ്കിൽ ഒരിക്കലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു ധൈര്യം അവിടെ കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല, ആ കുട്ടിയെ സ്നേഹിക്കാത്തൊരു പിതാവാണെങ്കിൽ വീണ്ടും ഒരു ഭൂകമ്പം വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും തന്റെ കുട്ടിയെ മറന്നുകൊണ്ട് സ്വയം രക്ഷ കണക്കിലെടുത്തുകൊണ്ട് ആ പിതാവ് അവിടെ നിന്ന് മാറുമായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ നല്ല കുടുംബജീവിതം, നല്ല അന്തരീക്ഷത്തിൽ വളർന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാൻ കഴിയും. ആ മാതാവിനും പിതാവിനും കുട്ടിയെ സ്നേഹിക്കാനും കഴിയും. അപ്പൊ ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഉമ്മമാരുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ സ്നേഹിക്കാൻ നാം പഠിപ്പിക്കണം. ആ കുട്ടികളെ നാം അതിരറ്റു സ്നേഹിക്കണം. പ്രിയമുള്ള എന്റെ സുഹൃത്തുക്കളെ, കുടുംബജീവിതം പലതും ശിഥിലമായി കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിലെ കുടുംബനായികയും കുടുംബനാഥനും തമ്മിലുള്ള കലഹം കൊണ്ടാണ്. ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ആ ഭാര്യയ്ക്ക് ഒരുപാട് ശീലങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ ഒരു കുറച്ചു കാര്യങ്ങൾ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഭാര്യമാരോട് ഉപദേശിക്കുകയാണ്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, തന്റെ ഭർത്താവ് പുറത്തു പോകുമ്പോൾ ആ ഭർത്താവിനെ വീട്ടിന്റെ പുറത്തു വന്നുകൊണ്ട് യാത്രയാക്കണം. ഭർത്താവ് പോവുകയാണ്, ഭർത്താവ് പുറത്തു പോവുകയാണ് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ, ഭർത്താവിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ, പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ, വന്നെങ്കിൽ വന്നോട്ടെ എന്നുള്ള നിലക്ക് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് കോഴികളെ വിടും പോലെ കോഴികൾക്ക് നമ്മൾ കൂട് തുറന്നു കൊടുക്കും. അങ്ങനെ കോഴി കുറുക്കം പിടിച്ചില്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരും. കുറുക്കം പിടിച്ചാലോ കോഴി പോവുകയും ചെയ്യും. അങ്ങനെ വിശ്വാസത്തോടു കൂടി ഭർത്താവ് പോകുമ്പോൾ യാത്രയാക്കിയാൽ പോരാ. ഭർത്താവ് പുറത്തു പോകുമ്പോൾ ആ ഭർത്താവിനെ വീട്ടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്ന് യാത്രയാക്കണം. ഇനി ഭർത്താവ് തിരിച്ചെത്തുമ്പോഴാണെങ്കിലോ ആ ഭർത്താവിന്റെ റൂമും അതുപോലെ തന്നെ ആ വീട്ടിലുള്ള ഗൃഹോപകരണങ്ങളുമൊക്കെ വൃത്തിയോടെ ചിട്ടപ്പെടുത്തണം. ഇപ്പൊ ചില വീട്ടിലേക്കൊക്കെ കയറി വരുമ്പോൾ പൂരം കഴിഞ്ഞ മാതിരി ഉണ്ടാകും. ഒരു ഭാഗത്ത് കുറെ ചെരുപ്പുകള്, ഒരു ഭാഗത്ത് കുറെ വസ്ത്രങ്ങള്, ഒരു ഭാഗത്ത് കുറെ കസേലകള്, ഒരു ഭാഗത്ത് എന്തൊക്കെയോ തുടക്കുന്ന വടിയും പൊടിയും, ഇങ്ങനെ തുടങ്ങി ഒരു കോട്ടക്കൽ പോലത്തെ പൂരം കഴിഞ്ഞ മാതിരി ആയിരിക്കും വീട്ടിലേക്ക് കയറി വരുമ്പോ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥ വീട്ടിൽ കാണുമ്പോ ഈ ഭാര്യയോട് ഭർത്താവിന് സ്നേഹം കുറയും. നേരെ മറിച്ച് എല്ലാം നല്ല ചിട്ടയോടും അടുക്കത്തോടും കൂടി ഒക്കെ ഗൃഹത്തിലുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ ഭർത്താവിന്റെ റൂമൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് സ്നേഹം കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്ത് തിരക്കുണ്ടെങ്കിലും ഭർത്താവ് വരുന്ന സമയത്ത് ഉമ്മറത്ത് വന്നുകൊണ്ട്, കൊലായിൽ വന്നുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ സ്വീകരിക്കണം. ഭർത്താവ് വരുമ്പോ ചിരിക്കാനേ പാടുള്ളൂ, ഇളിക്കാൻ പാടില്ല. ചിരിയും ഇളിയും രണ്ടും വേറെയാണ്. അപ്പൊ ചില പെണ്ണുങ്ങളെ ഇളിക്കാറാണ്. അപ്പൊ ഇളി കാണുമ്പോൾ തന്നെ ഭർത്താവിന് ചൂട് കയറും. അപ്പൊ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ സ്വീകരിക്കുക വീട്ടിലേക്ക്. പിന്നെ മറ്റൊന്ന് ചെയ്യേണ്ടത്, ഭർത്താവിന് ഇഷ്ടമുള്ള പാനീയം കൊടുക്കണം. ഭർത്താവിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ജ്യൂസാണ് ഭർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം. ചായയാണെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കണം. ഏത് പാനീയമാണ് ഭർത്താവിന് ഇഷ്ടമുണ്ട് എങ്കിൽ അത് സ്ത്രീകൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഭർത്താവ് ഭക്ഷണം കഴിക്കുമ്പോ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. മാത്രമല്ല, ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭക്ഷണം ബാക്കിയാക്കി ഇടുന്നവരുണ്ട് എങ്കിൽ ആ ഭർത്താവിന്റെ ബാക്കി ഭക്ഷണം ഭാര്യ സന്തോഷത്തോടുകൂടെ കഴിക്കണം. പിന്നെ ചെയ്യേണ്ടത്, ഭർത്താവിന്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കി യോജിച്ച വസ്ത്രങ്ങൾ ഭർത്താവിന് സെറ്റ് ചെയ്തു വെക്കണം.
ഇന്ന ദിവസത്തിൽ ഇന്ന വസ്ത്രമാണ് ഭർത്താവിന് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയിട്ട് ഭർത്താവിന് വേണ്ട വസ്ത്രങ്ങൾ അത് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് ഭർത്താവ് വന്ന് കയറിയ ഉടനെ തന്നെ ടെൻഷൻ ഉണ്ടാകുന്ന ഒന്നും ഭർത്താവിനോട് പറയാൻ പാടില്ല. ഇപ്പൊ പല സ്ത്രീകളും ചെയ്യാറുള്ളത് ഭർത്താവ് വീട്ടിലേക്ക് വരാൻ കാത്തുക്കായിരിക്കും പരാതികൾ പറയാൻ. ഭർത്താവ് വീട്ടിലേക്ക് കയറുന്നതോടുകൂടി ഈ പരാതികളുടെ പടക്കമാല അവിടെ പൊട്ടാൻ തുടങ്ങുകയാണ്. ഒന്ന് രണ്ടുമല്ല, ഭർത്താവിന് ചൂടാകാൻ എന്തൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ ഭർത്താവിനോട് വിളിച്ചു പറയും. പിന്നെ അവിടെ അന്ന് വൈകുന്നേരം വരെ യാതൊരു സമാധാനവും ഉണ്ടാവുകയില്ല. അടിയും പിടിയും കലഹവും മൊത്തം ആകെ പൊരിഞ്ഞ തല്ലായിരിക്കും. അരി ഇല്ല മല്ലി ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഭർത്താവിന്റെ കുറ്റമല്ല, അത് തലേ ദിവസം കൊണ്ടുവന്ന് കൊടുത്താൽ മതി. തിന്നുന്ന പ്രശ്നമല്ല. തിന്നുന്ന പ്രശ്നത്തിന് നമ്മള് ഭാര്യമാരെ അങ്ങനെ ചൂടായിട്ട് കാര്യമില്ല, നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തെങ്കിലേ അവർക്കുണ്ടാവുകയുള്ളൂ. പക്ഷെ അത് നമ്മൾ അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഏതായാലും എന്ത് കാര്യമാണെങ്കിലും ഭർത്താവിനെ ചൂടാക്കുന്ന കാര്യങ്ങൾ ഒരു ഭാര്യയും കയറി വന്ന ഉടനെ തന്നെ പറയരുത്. അത് ഭർത്താവിന്റെ കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി. ചൂട് കാലാവസ്ഥയും തണുപ്പ് കാലാവസ്ഥയും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഏത് കാലാവസ്ഥയിലാണ് വരുന്നത്, നല്ല ദാഹിച്ചു വലഞ്ഞ് കുറച്ച് വെള്ളത്തിന് വേണ്ടി വീട്ടിലേക്ക് കയറി കാലെടുത്ത് വെക്കുമ്പോഴേക്കായിരിക്കും ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ആ പ്രശ്നം അവിടെ മൂർച്ഛിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ഒരു നല്ല കുടുംബ ജീവിതത്തിൽ ഒരു ഭർത്താവിനോട് ചെയ്യാൻ പറ്റിയ, ഭർത്താവിന് ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാനിതുവരെ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഭാര്യമാരെ വീട്ടമ്മമാരെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഉമ്മമാരെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ഭർത്താവിന്റെ ഇഷ്ടം വേണം. ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടം മാത്രമുള്ളത് കൊണ്ട് ഒരു ഭാര്യയ്ക്ക് നാളെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയുകയില്ല എന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അയ്യുന്നാസി അഅ്ളമു ഹഖ്ഖൻ അലൽ മർഅ, ഒരു സ്ത്രീക്ക് ഏറ്റവും ഹക്ക് ആരോടാണ് നബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഖാല സൗജുഹാ, ഒരു പെണ്ണിന് ഏറ്റവും ഹക്കുള്ളത് അവളുടെ ഭർത്താവിനോടാണ്. വീണ്ടും ആയിഷ ബീവി ചോദിച്ചു, അയ്യുന്നാസി അഅ്ളമു ഹഖ്ഖൻ അലർ റജുലി, ഒരു പുരുഷന് ഏറ്റവും ഹക്ക് ആരോടാണ് നബിയെ? ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മുഹു വ അബുഹു, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉമ്മയോടും ബാപ്പയോടുമാണ് ഏറ്റവും കടപ്പാടുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉമ്മാന്റെ കാലടി കീഴിലാണ് സ്വർഗം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഹക്കുള്ളത് അവന്റെ ഉമ്മയോടാണ്, അവന്റെ ഉപ്പയോടാണ്. നേരെ മറിച്ചൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഹക്കുള്ളത് അവളുടെ ഭർത്താവിനോടാണ്. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ കൃഷിപ്പണിക്കിറങ്ങുന്ന ഉപ്പമാരുണ്ടായിരുന്നു. ആ ഉപ്പക്ക് ഉച്ച സമയത്ത് കഞ്ഞിയുമായിട്ട് പാടത്തേക്ക് കഞ്ഞിപ്പാത്രവും പിടിച്ചു പോകുന്ന മക്കളുണ്ടായിരുന്നു. ആ മകൻ ഉപ്പക്ക് കഞ്ഞിയുമായി കൊണ്ടു ചെല്ലുമ്പോ ആ കഞ്ഞിയിൽ നിന്ന് പകുതി കഞ്ഞി ഉപ്പ കുടിച്ചിട്ട് വിശന്ന് ആകെ പൊരിയുന്ന തന്റെ മകന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കഞ്ഞിയിൽ നിന്ന് പകുതി ഉപ്പ കുടിച്ചിട്ട് പകുതി ഈ വിശന്ന മകന് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തന്റെ മകന് വേണ്ടി പകുതി വയറ് നിറച്ച് മക്കളെ സ്നേഹിച്ച ഉപ്പയും രാവിലെ പാടത്തേക്ക് പോയി കഷ്ടപ്പെട്ട് പാടത്ത് അധ്വാനിക്കുന്ന തന്റെ ഉപ്പയ്ക്ക് വേണ്ടി കഞ്ഞിയുമായി പോകുന്ന മക്കളുമൊക്കെ മുമ്പുണ്ടായിരുന്നു.
പക്ഷേ ആ സ്നേഹവും ആ ബഹുമാനവും ഒക്കെ ഇന്ന് നമ്മുടെ നാടുകളിൽ നിന്ന് എടുത്തുപോയിരിക്കുകയാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. മഹാനായ ഹസൻ തങ്ങൾ ഒരു ദിവസം ഉമ്മയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് വിശന്നുകൊണ്ടിരിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ഒരു കാരക്കയുടെ ചീന്തെടുത്തുകൊണ്ട് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് നൽകുകയാണ്. ഈ ഉമ്മ കൊടുത്ത കാരക്ക ചീന്തുമായി ഉമ്മാന്റെ മുമ്പിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ബഹുമാനപ്പെട്ട ഹസൻ തങ്ങൾ ഇങ്ങനെ തിന്നപ്പോ ഉമ്മയായിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ തന്റെ മകനോട് ചോദിക്കുന്നു, മോനെ, എന്തിനാണ് ഞാൻ തന്ന കാരക്കയുമായി നീ അപ്പുറത്ത് പോയി ഭക്ഷിക്കുന്നത്? ഇവിടെ തന്നെ ഇരുന്ന് തിന്നൂടെ മോനെ എന്ന് ചോദിച്ചപ്പോ, ഉമ്മ, നിങ്ങൾ തിന്നുന്നതിന് മുമ്പ് ഞാനെങ്ങാനും ആ കാരക്ക തിന്നുപോയാൽ അതെന്റെ ഉമ്മയോട് ഞാൻ ചെയ്യുന്ന അതവുകേടായിരിക്കുമോ എന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ കുറച്ച് അപ്പുറത്ത് പോയി കാരക്ക തിന്നാനുള്ള കാരണമെന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഖബ്ബലത്തുഹു തന്റെ മകനായ ഹസൻ തങ്ങളെ പിടിച്ചുകൊണ്ട് ചുംബിക്കുകയാണ്. എന്റെ പ്രിയമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ, ഒരു പെണ്ണ് ഭർത്താവിന്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അൽ മർഅതു സാഖിതു അലൈഹാ സൗജുഹാ ഹത്താ യർളാ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, 3 ആളുകളെ കുറിച്ചാണ് ഹബീബായ നബി തങ്ങൾ വിശദീകരിക്കുന്നത്. അതിൽ 3ാമത്തെ വിഭാഗം ഭർത്താവിന്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു ഭാര്യ. ആ ഭാര്യയുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. മാത്രമല്ല, ഭർത്താവിന്റെ ദേഷ്യം സമ്പാദിച്ച ഒരു പെണ്ണ്, ആ പെണ്ണിനെക്കൊള്ള റബ്ബിന്റെ റഹ്മത്തിന്റെ നോട്ടം ആ പെണ്ണിനില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അതാ ജാഅത്ത് ഇംറഅത്തുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം ഒരു പെണ്ണതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തോ മസ്അലകൾ ചോദിച്ചു പഠിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരികയാണ്. കുറെ മസ്അലകളൊക്കെ ചോദിച്ചതിന്റെ ശേഷം ഹബീബായ നബി തങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, അദാത്തു സൗജിൻ അംതി, മോളെ, നീ വിവാഹിതയാണോ? നിനക്ക് ഭർത്താവുണ്ടോ മോളെ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ഖാലത്ത് നഅം, നബിയെ, എനിക്ക് ഭർത്താവുണ്ട്. നബി തങ്ങൾ ചോദിക്കുകയാണ്, ഫകൈഫ അൻതി ലഹു, നീയും നിന്റെ ഭർത്താവും സ്നേഹത്തിലാണോ? നീയും നിന്റെ ഭർത്താവും സന്തോഷത്തോടുകൂടെയാണോ ജീവിക്കുന്നത്? ആ പെണ്ണ് പറഞ്ഞു, മാ ഉഖസ്സിറു ഫീ ഹഖ്ഖിഹി, എന്റെ ഭർത്താവിനോട് ഒരു തെറ്റും ഒരു വീഴ്ചയും ഞാൻ വരുത്തിയിട്ടില്ല നബിയേ. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നു, ഖാല ഉൻസുരി ഐന അൻതി മഅഹു ഫഇന്നഹു ജന്നതുകി വനാറുകി, മോളെ, നല്ലവണ്ണം ചിന്തിച്ചോ, നീയും ഭർത്താവും എങ്ങനെയാണ് ജീവിക്കുന്നത്? നീയും നിന്റെ ഭർത്താവും പിണക്കത്തിലാണോ? നീയും നിന്റെ ഭർത്താവും കലഹത്തിലാണോ? അങ്ങനെയാണെങ്കിൽ
മോളെ അങ്ങനെയാണെങ്കിൽ നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി. കാരണം ആ ഭർത്താവാണ് നിന്റെ സ്വർഗവും നരകവും. ഫഇന്നഹു ജന്നതുകി വനാറുകി, ആ ഭർത്താവാണ് നിന്റെ സ്വർഗവും നിന്റെ നരകവും. മോളെ, സ്വർഗം വേണമെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം വേണം. ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് നരകമാണ് മോളെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മകളാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളതാ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോ തന്റെ ഭർത്താവായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് തന്റെ മകൾ പുറപ്പെട്ടപ്പോ മഹാനായ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, മോളെ, നീ അബൂബക്കറിന്റെ മകളാണ്. അറേബ്യൻ രാജ്യത്തിന്റെയും ചക്രവർത്തിയായ ഖലീഫയായ അബൂബക്കറിന്റെ മകളാണ് മോളെ നീ. പക്ഷേ നിന്റെ ഭർത്താവായ സുബൈർ തങ്ങളോട് എന്തെങ്കിലും അപമര്യാദയായി നീ പെരുമാറിയാൽ നാളെ നിനക്ക് സ്വർഗം ഹറാമാണ്. അതുകൊണ്ട് നിന്റെ ഭർത്താവായ സുബൈർ തങ്ങളെ നല്ലവണ്ണം നോക്കണം. ഭർത്താവായ സുബൈർ തങ്ങളോട് നല്ലവണ്ണം പെരുമാറണം എന്ന് പറഞ്ഞിട്ട് തന്റെ മകളെ വീട്ടിൽ നിന്ന് യാത്രയാക്കിയ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ സുബൈർ തങ്ങൾ ഒന്നിച്ചതാ തന്റെ ഭർത്താവിന്റെ വീട്ടിൽ കഴിയുമ്പോ ബഹുമാനപ്പെട്ട സുബൈർ തങ്ങൾ ഒന്നുറങ്ങിക്കഴിഞ്ഞതിന് ശേഷം തന്റെ കൂടെയുണ്ടായിരുന്ന മഹതിയായ അസ്മാ റളിയല്ലാഹു അൻഹയെ വിരിപ്പിൽ കാണുന്നില്ല. സുബൈർ തങ്ങളാകെ പേടിച്ചുപോയി. പേടിച്ച് അസ്മാ ബീവി അന്വേഷിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന സുബൈർ തങ്ങൾ സുബ്ഹാനല്ലാഹ് മഹാനവർ കാണുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മകളായ ബഹുമാനപ്പെട്ട മഹതിയായ അസ്മാ റളിയല്ലാഹു അൻഹാ തന്റെ തലയിൽ വലിയൊരു പാത്രത്തിൽ വെള്ളവുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഈ രംഗം കണ്ടപ്പോൾ ഫബകാ ബുകാഅൻ ശദീദാ, സുബൈർ തങ്ങൾ അവിടെ വെച്ച് പൊട്ടി കരയുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, എന്റെ ഭാര്യയായ അസ്മാ ഈ രാജ്യം ഭരിക്കുന്ന സിദ്ദീഖ് തങ്ങളുടെ മകളാണല്ലോ, ആ അസ്മാ ആണല്ലോ ഇത്രയും വലിയൊരു പാത്രത്തിൽ വെള്ളവും ഏറ്റിക്കൊണ്ട് വിഷമിച്ചുകൊണ്ട് വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുബൈർ തങ്ങളതാ പൊട്ടി കരയുകയാണ്. ഈ സമയത്ത് അസ്മായിനോട് ബഹുമാനപ്പെട്ട സുബൈർ തങ്ങൾ ചോദിച്ചു, മോളെ, എന്തിനാ ഈ അർദ്ധരാത്രിയിൽ ഇത്രയും വലിയൊരു വെള്ളപ്പാത്രവും ഏറ്റിക്കൊണ്ട് എന്തിനാ മോളെ ഈ രാത്രി സമയത്ത് നീ പുറത്തുപോയത്? ആ സമയത്തതാ ബഹുമാനപ്പെട്ട ബീവി അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഭർത്താവായ സുബൈർ തങ്ങളെ, നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് നാളെ രാവിലെ നേരം പുലർന്നാൽ സുബഹി ബാങ്ക് കൊടുത്താൽ നിങ്ങൾക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം ഈ വീട്ടിലില്ല. ഞാൻ നിങ്ങളോട് വെള്ളമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പോകും. അപ്പോൾ നിങ്ങളെ ഉറക്കിക്കെടുത്തിയിട്ട് നിങ്ങളറിയാതെ എന്റെ ഭർത്താവിന് യാതൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടി നിങ്ങളറിയാതെ ഞാൻ വെള്ളപ്പാത്രവുമായി വെള്ളത്തിന് പോയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരിക്കും. എന്റെ ഉപ്പയായ സിദ്ദീഖ് തങ്ങൾ സ്വർഗത്തിലുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്റെ ഭർത്താവായ അവിടുത്തെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് സ്വർഗം ഹറാമാണെന്ന് എന്റെ ഉപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എന്റെ ഭർത്താവേ, നാളെ നിങ്ങളും എന്റെ ഉപ്പയുമൊക്കെ സ്വർഗത്തിൽ കടക്കുമ്പോ ഈ അസ്മായിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് സ്വർഗത്തിൽ കടത്തണേ.
എന്ന് ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ, സ്വന്തം ഭർത്താവിനെ വെറുപ്പിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്, ഉമ്മയെയും ഉപ്പയെയും സന്തോഷിപ്പിച്ചിട്ട് കാര്യമില്ല, അതിനോടുകൂടെ തന്റെ ഭർത്താവിന്റെ പൊരുത്തം കൂടി സമ്പാദിക്കാൻ ഒരു പെണ്ണ് തയ്യാറാവണം. അതില്ലെങ്കിൽ ആ പെണ്ണിന് നാളെ പരലോകത്ത് വളരെ മോശമാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഒരു ഭർത്താവിന് ഗുണം ചെയ്താലും ആ പെണ്ണിന് ഒരിക്കലും അത് മതിയാവുകയില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അയ്യും അംറഅത്തിൻ ദഖലത് അലാ സൗജിഹൽ ഉമ്മ, ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ മനസ്സിൽ പ്രയാസമുണ്ടാക്കിയാൽ, അത് ഏത് വിഷയത്തിലാണെങ്കിലും വേണ്ടില്ല, ഫീ അംറിൻ നഫഖഹു, അത് ചെലവിന്റെ കാര്യത്തിലാണെങ്കിലും, ഔ കല്ലഫതുഹു, ഭർത്താവിന് കഴിയാത്ത കാര്യം കീർത്തിക്കുകയാണെങ്കിലും, മഹാനായ ഹബീബ് പഠിപ്പിക്കുന്നു, ലാ യഖ്ബലുല്ലാഹു മിൻഹാ സർഫൻ വലാ അദ്ലാ, ഐ ഫർളൻ വലാ സുന്ന. ഈ പെണ്ണ് എത്ര വലിയ അമൽ ചെയ്താലും, ഈ പെണ്ണിന്റെ യാതൊരു അമലും, അത് ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും, റബ്ബ് തആല സ്വീകരിക്കുകയില്ല. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ചെറിയ പെരുന്നാളിന് വസ്ത്രം വാങ്ങി, ഇല്ലാത്ത കാശില്ലാതെ വിഷമിച്ച് കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ച് ചെറിയ പെരുന്നാളിന് ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങി, ആ വസ്ത്രം യാതൊരു കേടുപാടുമില്ലാതെ വീട്ടിലിരിക്കുമ്പോ, ബലി പെരുന്നാൾ വരുമ്പോ വീണ്ടും പുതിയ വസ്ത്രം വാങ്ങാൻ വേണ്ടി യാതൊരു കഴിവുമില്ലാതെ തന്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. മക്കൾക്ക് നല്ല നല്ല വസ്ത്രം ഒരുപാടുണ്ടാകും, പക്ഷേ പുതിയ വസ്ത്രം വാങ്ങാൻ കാശില്ലാതെ കഷ്ടപ്പെടുന്ന ഭർത്താവിന് വീണ്ടും മക്കൾക്ക് വസ്ത്രം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെടുത്തുന്ന ഭാര്യമാരുണ്ട്. അത്തരം ഭാര്യമാരെ കുറിച്ചാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഔ കല്ലഫതുഹു, ഭർത്താവിന് കഴിയാത്ത കാര്യങ്ങൾ ഭർത്താവിനോട് കീർത്തിക്കുക. അങ്ങനത്തെ ഭാര്യമാരെ ഫർളും സുന്നത്തുമായ ഒരു അമലും റബ്ബ് തആല സ്വീകരിക്കുകയില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പെരുപ്പിച്ചു കാണിച്ച് വേണ്ടാത്ത വസ്ത്രത്തിന് വേണ്ടി വഴക്ക് കൂടി തന്റെ മക്കളെ വഴിപിഴപ്പിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ഒരിക്കലും നമ്മുടെ കാരണം കൊണ്ട് നമ്മുടെ മക്കള് ബുദ്ധിമുട്ടാകാൻ പാടില്ല. നമ്മളെ മക്കൾക്ക് നാം കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രൂപത്തിൽ നാം കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് നമ്മോട് സ്നേഹമുണ്ടാവുകയുള്ളൂ. ചില വീടുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ, ഉപ്പയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ നാട്ടിലൊക്കെയാണെങ്കിൽ 10 മണിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോകും, 4:30 മണിയാകുമ്പോഴേക്കും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് മടങ്ങി വരും. അപ്പൊ ഏതെങ്കിലും ഉമ്മമാർക്കോ ഉപ്പമാർക്കോ പ്രശ്നങ്ങളും വീട്ടിൽ കച്ചറയുണ്ടാക്കാൻ, പ്രശ്നങ്ങളുണ്ടാക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാകും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 10 മണിക്ക് തുടങ്ങണം ചീത്ത പറയല്, അത് ഏകദേശം ഒരു 4:30 മണിക്ക് അവസാനിപ്പിക്കണം. അല്ലാതിരുന്നാ നമ്മുടെ മക്കളിത് കേൾക്കും. ടാങ്കിലുള്ളതേ ടാപ്പിലൂടെ വരൂ. ഈ ഉമ്മയും ഉപ്പയും ഇങ്ങനെ ചീത്ത പറയുന്ന മക്കള് കേട്ടാൽ പിന്നെ മക്കളും അതുപോലെ ചീത്ത പറയും. ഉമ്മ കരഞ്ഞാൽ മകനും കരയും, ബാപ്പ കരഞ്ഞാൽ മകനും കരയും, ഉമ്മ ചിരിച്ചാൽ മകനും ചിരിക്കും, മകളും ചിരിക്കും. അപ്പൊ ഒരു ചിരിക്കുന്ന നല്ല സ്വഭാവമുള്ള ഒരു ജീവിത രീതി നാം നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നാം ചിട്ടപ്പെടുത്തണം.
ഇപ്പൊ പല വീടുകളിലുമുള്ളൊരു പ്രശ്നം അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം. എല്ലാ ദിവസവും അടിപിടി അമ്മായിമ്മയും മരുമകളും. മുമ്പ് ഒരു അമ്മായിമ്മയും മരുമകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മരുമകളും അമ്മായിമ്മയും തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ടായിട്ട് ഒരു ദിവസം 3-4 ദിവസം ഈ മരുമകള് ഉറക്കമൊഴിച്ച് ഉറങ്ങാൻ കഴിയാതെ, അമ്മായിമ്മയുടെ പരാക്രമം കൊണ്ട് ഉറക്കം വരാതെ 3-4 ദിവസം ഒരു സഹോദരി ഉറങ്ങാതെ ഇരുന്നു എന്നാ പറയുന്നത്. അവസാനം ഉറക്കമൊഴിച്ച് ഈ സഹോദരിക്കൊരു മാനസികം പോലെ ഒരു വിഭ്രാന്തി, ഒരു മാനസികം ഉണ്ടായതുപോലെ, ഒരു ഭ്രാന്ത് പോലെയുള്ളൊരു അവസ്ഥ വന്നപ്പോ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോ അപ്പോ നമ്മുടെ KMIC-ലൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്. അതിൽപ്പെട്ട ഡോക്ടറാണോ എന്നറിയില്ല. ഏതായാലും ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം? ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിനക്ക് യാതൊരു ശാരീരികമായ ഒരു പ്രശ്നവും നിനക്കില്ല, നിനക്ക് കുറച്ച് മാനസികമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണ് പറഞ്ഞു, എനിക്ക് യാതൊരു മാനസികമൊന്നുമില്ല. ആരെനിക്ക് മാനസികമുണ്ടെന്ന് പറഞ്ഞു? എനിക്ക് മാനസികമൊന്നും ഇല്ലല്ലോ. ഏതായാലും എന്താ നിന്റെ പ്രശ്നം എന്ന് എന്നോട് തുറന്നു പറയണം എന്ന് പറഞ്ഞപ്പോ പെണ്ണ് പറഞ്ഞു, എനിക്കൊരു അമ്മായിമ്മയുണ്ട്. ഈ അമ്മായിമ്മയുടെ സ്വഭാവം കൊണ്ട് എനിക്ക് ഡോക്ടറെ ഇനി ജീവിക്കാൻ എനിക്ക് തീരെ ആശയില്ല. ഞാൻ പലവട്ടവും ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ഈ അമ്മായിമ്മാന്റെ സ്വഭാവം കൊണ്ട് വീട്ടിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പലതവണ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചതാണ്. ഇത് കേട്ടപ്പോ ഡോക്ടർ പറഞ്ഞു, അത് ചെയ്യാൻ പാടില്ല, ആത്മഹത്യ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ നല്ലൊരു ഉപദേശം കൊടുത്തു. അപ്പൊ നിനക്ക് നിന്റെ അമ്മായിമ്മയെ കൊണ്ട് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് മരുന്ന് പറഞ്ഞു തരാം. പക്ഷെ ഈ മരുന്ന് ഞാനും നീയുമല്ലാത്ത ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും നാളെ കൂട്ടിലാവും. നമ്മൾ രണ്ടാളും നാളെ കൂട്ടിലാവും. അപ്പൊ ഒരിക്കലും ഇതാരെയും അറിയിക്കാൻ പാടില്ല എന്നൊരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അമ്മായിമ്മയുടെ സ്വഭാവം നന്നാവാനുള്ള മരുന്ന്. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, എന്നാ നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് ആദ്യം പറഞ്ഞപ്പോ വീണ്ടും ഡോക്ടർ പറഞ്ഞു, ഇതാരും അറിയാൻ പാടില്ല, ഞാനും നീയും മാത്രമേ അറിയാൻ പാടുള്ളൂ, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും പ്രശ്നമായിരിക്കും, അതുകൊണ്ട് പറയാൻ പാടില്ല, അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പെണ്ണ് പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാ നിങ്ങൾ മരുന്ന് പറയൂ, എന്താ മരുന്ന് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ നിനക്കൊരു 90 ഗുളിക തരും. 90 ഗുളിക. ഇത് ഓരോ ദിവസവും നിന്റെ അമ്മായിമ്മക്ക് ഇത് ഭക്ഷണത്തിലോ മറ്റോ കലർത്തിയിട്ട് അമ്മായിമ്മക്ക് കൊടുക്കണം. പക്ഷെ 90 ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ അന്ന് നിന്റെ അമ്മായിമ്മ മരിച്ചു പോകും, തട്ടിപ്പോകും. കറക്റ്റ് 90ാമത്തെ ദിവസം. അതുകൊണ്ട് ഇതാരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ പെണ്ണ് ആദ്യമൊന്ന് ഈ ഗുളിക വാങ്ങാൻ വിസമ്മതിച്ചെങ്കിലും പിന്നെ ഈ അമ്മായിമ്മാന്റെ അവസ്ഥ വീണ്ടും മനസ്സിലാക്കിയിട്ട് ഗുളിക വാങ്ങി വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോന്ന് 5 ദിവസം അമ്മായിമ്മക്ക് ഈ ഓരോ ഗുളിക വെച്ചു കൊടുത്തു. ഓരോ ഗുളിക വെച്ചു കൊടുത്തപ്പോൾ ഈ പെണ്ണിനിങ്ങനെ തോന്നുകയാണ്, പടച്ചോനെ, 5 ദിവസം ഇപ്പൊ അമ്മായിമ്മ ഗുളിക കുടിച്ചു, ഇനി ബാക്കി അമ്മായിമ്മാന്റെ ആയുസ്സെന്ന് ബാക്കിയുള്ളത് 85 ദിവസമാണ്. അതുകൊണ്ട് 85 ദിവസം എനിക്ക് അമ്മായിമ്മാനെ ഇനി കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഏതായാലും ഒരു നല്ല ടേസ്റ്റ് ഉള്ളൊരു ഭക്ഷണമൊക്കെ അമ്മായിമ്മക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഏതായാലും മുങ്ങാൻ പോകുന്ന കപ്പലാണല്ലോ, അപ്പൊ ഇനി നല്ല നിലക്ക് മരിച്ചോട്ടെ എന്ന് മനസ്സിലാക്കി നല്ല ടേസ്റ്റുള്ള കുറച്ച് ഭക്ഷണം അമ്മായിമ്മക്ക് ഉണ്ടാക്കി കൊടുത്തു. 2-3 ദിവസം നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോ അമ്മായിമ്മക്ക് ഇങ്ങനെ തോന്നുകയാണ്, സുബ്ഹാനല്ലാഹ്, ഈ കാലം വരെ ഇല്ലാത്തൊരു സ്വഭാവം എന്റെ മരുമോൾക്ക്, എന്ത് ടേസ്റ്റുള്ള ഭക്ഷണം. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞൊരു 10-15 ദിവസമായപ്പോ അമ്മായിമ്മ അങ്ങാടി പോയി തിരിച്ചു വരുമ്പോ നല്ലൊരു മാക്സി മരുമകൾക്ക് കൊടുന്നു കൊടുത്തു. അപ്പൊ മരുമകൾക്ക് ഇങ്ങനെ തോന്നുക, അൽഹംദുലില്ലാഹ്, എന്റെ അമ്മായിമ്മ പാവം, ഇനി ആകെ ബാക്കിയുള്ളത് 75 ദിവസമാണ്.
എന്നിട്ട് ഇത്ര ഞാൻ ഈ കഷ്ടപ്പെട്ട് കൊല്ലാനിരിക്കുന്ന ഈ അമ്മായിമ്മ എനിക്ക് നല്ല മാക്സി കൊണ്ടു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്തൊരു നല്ല അമ്മായിമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മായിമാനെ എങ്ങനെ പ്രശംസിക്കാൻ തുടങ്ങി. അപ്പൊ ഏതായാലും ഡേറ്റ് കഴിയുന്തോറും മരുമകള് കുപ്പായം തിരുമ്പിക്കൊടുക്കലും മാക്സി അലക്കിക്കൊടുക്കലും അമ്മായിന്റെ കാല് ഒഴിഞ്ഞു കൊടുക്കലും ഇങ്ങനെ തുടങ്ങി അമ്മായിമാനം കണ്ട് പ്രത്യേക നോട്ടങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോ അമ്മായിമ്മ എപ്പോ പുറത്തേക്ക് പോകുകയാണെങ്കിലും ഒരു മാക്സി, ഒരു പർദ, അതല്ലെങ്കിൽ ഒരു മുണ്ട്, ഒരു തട്ടം, അതുപോലെ മരോക്ക് ഒരുപാട് ഫ്രൂട്ട്സുകള് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അമ്മായിമ്മ ഇങ്ങനെ മരോക്ക് കൊടുക്കാൻ തോന്നി. അപ്പൊ ഈ മരുമകൾക്ക് തോന്നി, പടച്ചോനെ 10-30 ദിവസമായി, ഇനി ആകെ ബാക്കിയുള്ളത് 60 ദിവസമാണ് അമ്മായിമ്മാനെ കാണാൻ. ഈ 40-60 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മായിമ്മ മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ അമ്മായിമ്മക്ക് ഇനി ഈ ഗുളിക കൊടുക്കണോ വേണ്ടേ എന്നൊരു ടെൻഷൻ മരുമകൾക്ക്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം. മരുമകളെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി കുറച്ച് ദിവസമേ അമ്മായിമ്മാനെ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അമ്മായിമ്മയാണെങ്കിലോ എന്റെ മരോളെ സ്നേഹം കണ്ടപ്പോ അമ്മായിമ്മക്ക് ഭയങ്കര സന്തോഷം. അമ്മായിമ്മ അങ്ങനെ സ്നേഹിക്കുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളെപ്പോലത്തെ മരുമകളോ അമ്മായിമ്മയൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. ഏതായാലും ഒരു 30 ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണ് ചിന്തിക്കുകയാണ്, ഏകദേശം എന്റെ അമ്മായിമ്മാന്റെ ഉള്ളിലുള്ള മിക്കവാറും പാർട്സുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ കേടുവന്ന് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പൊ ഞാൻ ചെയ്ത് വലിയൊരു അബദ്ധമായി പോയി. ഇത്രയും സ്നേഹിക്കുന്നൊരു അമ്മായിമ്മാനെയല്ലോ ഞാൻ ഈ ചെയ്തത്. അതുകൊണ്ട് അതിന് പ്രായച്ചിത്തം എന്നോണം ഒരു 30 ഗുളിക, ഒരു 40 ഗുളിക അവളും കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 30 എണ്ണം അമ്മായിമ്മയും കുടിച്ചു, 40 എണ്ണം മരുമകളും കുടിച്ചു. കുടിച്ചിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ 4-5 ദിവസം ഈ ഗുളിക കൊടുത്തു. ആ ഗുളിക കൊടുത്തപ്പോ എന്റെ അമ്മായിമ്മാന് ഏതായാലും മരിക്കാൻ പോകുന്ന അമ്മായിമ്മല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നല്ലവണ്ണം അമ്മായിമ്മാനെന്ന് പരിചരിച്ചപ്പോ അമ്മായിമ്മ അതിലേറെ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു. ഏതായാലും ഞാൻ ആകെ ടെൻഷനായി പോയി. അമ്മായിമ്മ ഇനിയിപ്പോ ഏതായാലും 30 ഗുളിക കുടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കേട് പറ്റാതിരിക്കില്ല, എനിക്കും കേട് പറ്റിയിട്ടുണ്ടാകും, ഞാനാണ് ഇനി മരിക്കാൻ നല്ലത് എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ 40 ഗുളിക കുടിച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് വീട്ടിൽ എന്ന് ചോദിച്ചപ്പോ, ഇത്ര നല്ലൊരു അമ്മായിമ്മയില്ല, ഇത്ര നല്ല മരുമകളില്ല, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളെപ്പോലത്തെ ഒരു അമ്മായിമ്മ മരുമകളില്ല, ആ കണ്ടീഷനിലാണ് ഇപ്പൊ ഉള്ളത് എന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഇനി എത്ര ഗുളിക ബാക്കിയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോ ഇവള് പറഞ്ഞു, 20 ഗുളിക ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനി 10 ഗുളിക ഇനിയും കുടിച്ചോ, 10 ഗുളിക ഉമ്മയും കുടിക്കട്ടെ. അത് യഥാർത്ഥത്തിൽ ഞാൻ തന്ന ഗുളിക അത് വിറ്റാമിൻസിന് വേണ്ടിയുള്ള ഗുളികയാണ്, 2 പേർക്കും കുഴപ്പമില്ല, ഉമ്മാന്റെ ക്ഷീണം മാറും, എന്റെ ക്ഷീണം മാറും, പെരിയിലെ തിരക്കും മാറാൻ പറ്റിയ ഗുളികയാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പോകുന്ന കണ്ടീഷനിൽ അങ്ങനെ പോയാൽ എന്റെ അമ്മായിമാക്കും കുഴപ്പമുണ്ടാവൂല, എന്നോട് എന്റെ അമ്മായിമാക്ക് കുഴപ്പമുണ്ടാവൂല, എനക്ക് അമ്മായിമാനോടും കുഴപ്പമുണ്ടാവൂല, അതിനുള്ള ഗുളികയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ ആരോഗ്യവും കിട്ടും, വീട്ടിലും ആരോഗ്യം കിട്ടും എന്ന് മുമ്പൊരു ഡോക്ടർ പറഞ്ഞ ഒരു സംഭവം എനിക്കിപ്പോ ഓർമ്മ വന്നതാണ്. അപ്പൊ ഇതുപോലെ എന്റെ സഹോദരിമാര് ഭർത്താക്കന്മാരോട് നല്ല സ്നേഹത്തിൽ നിന്നാൽ ഭർത്താവിന് ഇങ്ങോട്ടും സ്നേഹം കൂടും. ഭർത്താവ് ച എന്ന് പറയുമ്പോഴത്തേനും ചക്ക എന്ന് പറയരുത്.